Hi students, have a good day. Welcome to the sixth part of our topic sets. In this topic, we will discuss the difference of sets, complement and De Morgan's law. Suppose A is equal to 2, 3, 5, 7. Okay, and B is equal to 0, 1, 2, 6, 7, 8. Okay, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എ ആൻഡ് ബി കണ്ടല്ലോ. എ എന്ന സെറ്റിൽ നിന്നും ബി എന്ന സെറ്റിലുള്ള എലമെന്റ് ഒഴിവാക്കുന്നു. അതായത് എയിൽ നിന്ന് ബിയിലുള്ള എലമെന്റിനെ ഒഴിവാക്കുന്നു. എങ്ങനെ ഒഴിവാക്കും? ഇപ്പോൾ എയിൽ 2 എന്ന എലമെന്റ് കാണാനുണ്ട്. ആദ്യം ഈ 2 അവിടെ ഉണ്ടോ? യെസ്, അവിടെ ഉണ്ട്. 2 ഒഴിവാക്കുന്നു. 3 അവിടെ ഉണ്ടോ? ഇല്ല. 3 അവിടെ ഫിക്സ് ചെയ്യുന്നു. 5 അവിടെ ഉണ്ടോ? ഇല്ല. 5 അവിടെ വെക്കുന്നു. 7 അവിടെ ഉണ്ട്, അത് ഒഴിവാക്കുന്നു. അപ്പോൾ 2ഉം 7 ഒഴിവാക്കി ബാക്കി എന്ത് ചെയ്യാം? 3ഉം 5ഉം അവിടെ വെക്കുന്നു. 3ഉം 5ഉം അവിടെ വെക്കുന്നു. ആൻഡ് ദാറ്റ് സെറ്റ് 3, 5 ആ ഒരു ഓപ്പറേഷൻ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ഇല്ലേ? എന്ന് ബിയിലുള്ള എലമെന്റ് ഒഴിവാക്കുന്നു. എയിൽ നിന്നും ബിയിലുള്ള എലമെന്റ് ഒഴിവാക്കുന്നു. ബാക്കി വരുന്നത് 3, 5 എന്നാണ്. കാരണം 2, 7 എന്നുള്ളത് ബിയിലുണ്ട്. ദാറ്റ്സ് എ ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ് എ ആൻഡ് ബി. ഇതിനെ എ മൈനസ് ബി എന്ന് വിളിക്കും. നമുക്ക് എ മൈനസ് ബി നോക്കാം. ഡെഫിനിഷനിലോട്ട് പോകാം. ദ ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ്. ദ ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ് എ ആൻഡ് ബി ഇൻ ദിസ് ഓർഡർ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എ വിച്ച് ആർ നോട്ട് ഇൻ ബി. അത് എയിലുള്ള എലമെന്റ് ആണ്, പക്ഷെ എവിടെ ഉണ്ടാവരുത്? ബിയിൽ ഉണ്ടാവരുത്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടല്ലോ. ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ എ മൈനസ് ബി. അതുപോലെ ബി മൈനസ് എ എന്ന് പറഞ്ഞാലോ ബിയിലുണ്ടാവും, എയിലുണ്ടാവരുത്. ഓക്കെ, ഇതാണ് സെറ്റ് ബിൽഡർ ഫോം എ മൈനസ് ബി എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ എലമെന്റ് ഓഫ് എ. എയിലുള്ള എലമെന്റ് ആണ്. ആൻഡ് എക്സ് നോട്ട് ഇൻ ബി. ബിയിൽ ഉണ്ടാവരുത്. എയിലുണ്ടാവാം, പക്ഷെ എവിടെ ഉണ്ടാവരുത്? ബിയിൽ ഉണ്ടാവരുത്. ഓക്കെ, അപ്പം എയിലുള്ള എലമെന്റ് തന്നെ ആയിരിക്കണം, പക്ഷെ ബിയിൽ ഉണ്ടാവരുത്. അതാണ് എ മൈനസ് ബി. ഓക്കെ, നോക്കിക്കോളൂ അതിൻ്റെ വെൻ ഡയഗ്രം എങ്ങനെ വരുന്നത് നോക്കിയേ. ഈ പോർഷൻ നോക്കിയേ, ഇതാ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ. ഇത് എയിലുള്ള എലമെന്റ് ആണ്, പക്ഷെ അത് എവിടെ ഉണ്ടാവില്ല? ബിയിൽ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എയിൽ നിന്നും ബിയുടെ ഭാഗങ്ങൾ ഒഴിവാക്കി, അത്രേ മീനിങ് ഉള്ളൂ. എയിൽ നിന്നും ബിയുടെ ഭാഗങ്ങൾ ഒഴിവാക്കി, അതാണെന്ത്? എ മൈനസ് ബി. എയിൽ നിന്നും ബിയുടെ ഭാഗങ്ങൾ ഒഴിവാക്കി, ദാറ്റ് ഈസ് എ മൈനസ് ബി. അതുപോലെ ഇവിടെ നോക്കൂ, ഇതെന്താണ്? ബിയിൽ നിന്നും എയുടെ ഭാഗങ്ങൾ ഒഴിവാക്കി, ദാറ്റ് ഈസ് ബി മൈനസ് എ. കണ്ടില്ലേ രണ്ട് പോർഷനും? അല്ലേ? അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. ബി മൈനസ് എ എന്ന് പറയുന്നതോ ബിയുടെ സബ്സെറ്റ് ആണെന്ന് കാണാം നമുക്ക്. ഓക്കെ, ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടോളൂ, ഈ ചിത്രം ശ്രദ്ധിക്കുക. ഈ പോർഷൻ അല്ലേ എ മൈനസ് ബി? ഈ പോർഷൻ ഏതാ? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ദിസ് ഇസ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ? ഇനി ഈ വൈറ്റ് പോർഷനോ? ഇത് ബി മൈനസ് എ. നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ 3 സെറ്റും നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്താണ്? 3ഉം ഡിസ്ജോയിൻ്റ് ആണ്. കോമൺ ആയിട്ട് എലമെന്റ് ഒന്നുമില്ല. ഉണ്ടോ? ഇതാ എ മൈനസ് ബി പോർഷനും എ ഇന്റർസെക്ഷൻ ബി പോർഷനും കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ? പിന്നെ എ ഇന്റർസെക്ഷൻ ബി ബി മൈനസ് എയും കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. എ മൈനസ് ബിയും ബി മൈനസ് എയും കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. സോ ദേ ആർ എന്താണ്? മ്യൂച്വലി ഡിസ്ജോയിൻ്റ് എന്ന് പറയും. എ മൈനസ് ബിയും ബി മൈനസ് എയും എ ഇന്റർസെക്ഷൻ ബിയും മ്യൂച്വലി ഡിസ്ജോയിൻ്റ് എന്ന് പറയും. പിന്നെ ഒരു കേസ് എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ ആണ്. എ മൈനസ് ബിയും ബി മൈനസ് എയും സെയിം ആവില്ല. ഓക്കെ, 2 പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ചിത്രവും ശ്രദ്ധിക്കുക. ചിത്രം എ മൈനസ് ബി ബി മൈനസ് എ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. യൂണിയൻ, ഇന്റർസെക്ഷൻ ആൻഡ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. നോക്കിക്കോളൂ. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 to 5, ബി ഈക്വൽ ടു സെറ്റ് 2, 3, 5, 7, 9. വാട്ട് ഈസ് എ മൈനസ് ബി? എന്തായിരിക്കും? 1 അവിടെ ഇല്ല, എടുക്കാം. 2 ബിയിലുണ്ട്, ഒഴിവാക്കണം. 5 ഇവിടെ ഉണ്ട്, ഒഴിവാക്കണം. അപ്പോൾ എന്ന് ബിയുടെ ഭാഗങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എയിലുണ്ട് 1 മാത്രം, എ മൈനസ് ബി ഇല്ലേ? അതുപോലെ ബി മൈനസ് എ എന്തായിരിക്കും? നോക്കിക്കോ, 2 അവിടെ ഉണ്ട്, ഒഴിവാക്കുക. 3 എടുക്കാം അല്ലേ? 7 അവിടെ ഇല്ല, ഓക്കെ. 9 അവിടെ ഇല്ല, എടുത്തു.
അല്ലേ? ദാറ്റ് ഈസ് ബി മൈനസ് എ. ഇതുപോലെ ഈസിയായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു 3, 4, 7, ബി ഈസ് ഈക്വൽ ടു 2, 5, 8. കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും തന്നെ ഇല്ല അല്ലേ? അതുകൊണ്ട് എ മൈനസ് ബി എന്തായി? എ തന്നെയാണ്. എന്താണ് ബി മൈനസ് എ? ബി തന്നെയാണ് അല്ലേ? എന്ന് ബി ഒഴിവാക്കാന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വല്ലതും വേണ്ടേ? അപ്പോൾ എ തന്നെ ആയിരിക്കും. മൂന്നാമത്തത് എ ഈസ് ഈക്വൽ ടു 3, 4, ബി ഈസ് ഈക്വൽ ടു 1, 2, 3, 4. എ സബ്സെറ്റ് ഓഫ് ബി ആണേ. എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഓക്കെ, അപ്പം എ മൈനസ് ബി എന്തായിരിക്കും? എ എന്ന് ബി ഒഴിവാക്കാന്ന് പറഞ്ഞാൽ 3, 4 ഒഴിവാക്കി നൾ സെറ്റ്. ബി എന്ന് എ ഒഴിവാക്കാന്ന് പറഞ്ഞാലോ ബി മൈനസ് എ. 3, 4 ഒഴിവാക്കുന്നു, ബാക്കി 1, 2 മാത്രം. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, നോക്കിക്കോളൂ. ഈ കേസിൽ എ ബി രണ്ട് സെറ്റ് കണ്ടില്ലേ? എന്തായിരിക്കും എ മൈനസ് ബിയും ബി മൈനസ് എയും അല്ലേ? എയും ബിയും ഡിസ്ജോയിൻ്റ് ആണ്. എയും ബിയും രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ എയും ബിയും ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ എ മൈനസ് ബി എന്താണ് അല്ലേ? എ ആയിരിക്കും. എ എന്ന് ബി ഒഴിവാക്കാന്ന് പറഞ്ഞാൽ എ തന്നെ ആയിരിക്കും. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബി എന്ന് എ ഒഴിവാക്കാൻ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ബി തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. ഓക്കെ, ഇനി വേറെ കേസ് എന്ന് വെച്ചാൽ നോക്കിക്കോളൂ. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ ഇതുപോലെ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിലോ മൂന്നാമത്തെ എക്സാമ്പിൾ പോലെ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എന്തായിരിക്കും? എ മൈനസ് ബി നൾ സെറ്റ് ആയിരിക്കും അല്ലേ? എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലെ എലമെൻ്റ് ഒഴിവാക്കാന്ന് പറഞ്ഞാൽ എയിലുള്ള ഫുള്ളായിട്ട് എലമെൻ്റ് എടുത്ത് ഒഴിവാക്കേണ്ടി വരും. കാണുന്നില്ലേ? കാരണം എ എന്താണ്? ബീൻ്റെ ഉള്ളിലാണ് ഉള്ളത്. സോ എ മൈനസ് ബി ഈക്വൽ ടു 5 ആയിരിക്കും. ഓക്കെ, അടുത്ത ഒരു ഓപ്പറേഷൻ. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഓപ്പറേഷൻ, ഇത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് അല്ലേ? അപ്പോൾ കാര്യമായിട്ട് 3 ഓപ്പറേഷൻ ശ്രദ്ധിക്കുക: യൂണിയൻ, ഇൻ്റർസെക്ഷൻ ആൻഡ് ഡിഫറൻസ് അല്ലേ? ആ ഡിഫറൻസ് ഉപയോഗിച്ചിട്ടാണ് കോംപ്ലിമെൻറ്റും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. കോംപ്ലിമെൻറ്റ് എന്താണ്? കോംപ്ലിമെൻറ്റ് എന്നുള്ളത് ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എ വിത്ത് റെസ്പെക്ട് ടു ദ യൂണിവേഴ്സൽ സെറ്റ് യു ഈസ് എ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് യു വിച്ച് ആർ നോട്ട് ഇൻ എ. അതായത് യൂണിവേഴ്സൽ സെറ്റിലെ ഒരു സെറ്റ് എ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ ഇല്ലാത്ത ഭാഗം, അതാണ് എ ഇല്ലാത്ത ഭാഗമാണ് എ കോംപ്ലിമെൻറ്റ്. ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ എ ഡാഷ് ഓർ എ കോംപ്ലിമെൻറ്റ്. അതിൻ്റെ വെൻ ഡയഗ്രം കണ്ടാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. വേണമെങ്കിൽ അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം നോക്കിക്കോളൂ. എന്താണ് എ കോംപ്ലിമെൻറ്റ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് യു. യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, പക്ഷെ എവിടെ ഇല്ല? എയിലുണ്ടാവരുത്. എയിലില്ലാത്തത് എന്തും എവിടെ ഉണ്ടാവും? എ കോംപ്ലിമെൻറ്റിലുണ്ടാവും അല്ലേ? അതായത് ഇത്രേ ഉള്ളൂ. യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ, യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിലുള്ള എലമെൻ്റ് ഒഴിവാക്കിയാൽ ബാക്കി എന്തായി? എ കോംപ്ലിമെൻ്റ് ആയി. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു വെൻ ഡയഗ്രം നോക്കിക്കോളൂ. ദിസ് ഈസ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ദെൻ എന്താണ് ഇത്? സെറ്റ് എ ആണിത്. ഓക്കെ, വൈറ്റ് കളറിൽ കാണുന്ന സെറ്റ് എ ആണ്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എ കോംപ്ലിമെൻ്റ് മീൻസ് ഈ വൈറ്റ് ഒഴികെ ബാക്കി മുഴുവൻ എന്തായിരിക്കും? എ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് യു മൈനസ് എ. യു എന്ന് എ ഒഴിവാക്കുക. ഓക്കെ, ആ ബ്ലൂ പോർഷൻ ആയിരിക്കും എന്ത്? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഫൈൻഡ് എ ഡാഷ്. Let u is equal to 1, 2, 3, 4, 5, 6, 7 and a is equal to set to 1, 3, 5. Okay, what is a complement? A complement എന്ന് വെച്ചാൽ 1ഉം 3ഉം 5ഉം 7ഉം ഒഴികെ ബാക്കിയെല്ലാം 2, 4, 6, 7. കറക്റ്റ് അല്ലേ? Then another example. u is equal to set of natural number. a is equal to set of even natural number. അപ്പോൾ a complement എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ എന്ന് ഈവൺ നാച്ചുറൽ നമ്പർ ആണ് a. അപ്പോൾ a complement എന്തായിരിക്കും? ഈവൺ അല്ലാത്ത നാച്ചുറൽ നമ്പർ, ദാറ്റ് ഈസ് set of odd natural number. Correct അല്ലേ? യെസ്. ഓക്കെ, അടുത്തത് we have some properties. A very important property. What is a union a complement? എയും എ കോംപ്ലിമെൻറ്റും ചേർന്നാൽ ടോട്ടലി എന്തായി? യൂണിവേഴ്സൽ സെറ്റായി അല്ലേ? എയിലുള്ള എലമെൻറ്റും എൻ്റെ പുറത്തുള്ള മുഴുവൻ എലമെൻറ്റും ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? യൂണിവേഴ്സൽ സെറ്റായി. പിന്നെ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്നാണ്. എയിലും എ കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ട് എലമെൻ്റ് ഉണ്ടാവോ? ഇല്ല. കാര്യം എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലാത്ത എലമെൻ്റ് ആണ് എ കോംപ്ലിമെൻറ്റിലുള്ളത്. കോമൺ ആയിട്ട് എലമെൻ്റ് ഉണ്ടാവില്ല, നൾ സെറ്റ്. കോംപ്ലിമെൻ്റ് ലോസ് എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്തത് ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റ്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെയും കോംപ്ലിമെൻ്റ് എടുത്ത് എന്ത് കിട്ടും?
അതേ സെറ്റ് കിട്ടും എന്ന് ഓർത്തിരിക്കുക. ഇല്ലേ? നമുക്ക് മനസ്സിലാവും അത്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്ത് വീണ്ടും അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ അതേ സെറ്റ് തന്നെ തിരിച്ചു കിട്ടും. അടുത്തത് നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്? ടോട്ടൽ യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. എന്താ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നുമില്ല, അല്ലേ? ഒന്നുമില്ല എന്ന് പറയുന്നതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ്? എല്ലാം ഉണ്ട്, അല്ലേ? അതായത് യൂണിവേഴ്സൽ സെറ്റ് മൊത്തം ഉണ്ട്. ശരിയല്ലേ? നൾ സെറ്റ് നത്തിങ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓൾ എലമെൻറ്റ്സ്, യു യൂണിവേഴ്സൽ സെറ്റ്. അടുത്ത് നോക്കിയേ, യു കോംപ്ലിമെൻറ്റ് എല്ലാ എലമെൻറ്റും ഉണ്ട്, എല്ലാ എലമെൻറ്റും അടങ്ങിയതിൻ്റെ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഒന്നുമില്ല, നൾ സെറ്റ്. ഓക്കെ, അതാണ് കോംപ്ലിമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക. അടുത്തത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ആൻഡ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ഡി മോർഗൻസ് ലോ. നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടാവും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും മറ്റ് ടോപ്പിക്കുകളിലടക്കം. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് നന്നായി ഓർത്തിരിക്കുക. ഇതിൻ്റെ ഒരു പ്രൂഫ് വേണമെങ്കിൽ നമുക്ക് അടുത്തതിൽ ചെയ്യാം. ഓക്കെ, കാണുക. പ്രത്യേകിച്ച് നാലാമത്തെ പ്രോപ്പർട്ടി നന്നായി ഓർത്തിരിക്കുക, പ്രോപ്പർട്ടീസ് മുഴുവൻ പഠിക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ നാലാമത്തെ പ്രോപ്പർട്ടി തൽക്കാലം വെൻ ഡയഗ്രം ഉപയോഗിച്ച് വേണം വെരിഫൈ ചെയ്യാൻ. നമുക്ക് നോക്കിക്കോളൂ. ഡി മോർഗൻസ് ലോ. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ഡി മോർഗൻസ് ലോ ഇതുപോലെ നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, നോക്കിക്കോളൂ. ആദ്യം എയും ബിയും കണ്ടില്ലേ? ദാ ഇവിടെ ഇല്ല ഈ പോർഷൻ എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? അവിടെ ശരി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എ ഇൻ്റർസെക്ഷൻ ബി എന്ന പോർഷൻ. ഓക്കെ, ഇതിൻ്റെയും കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഈ പോർഷൻ ഒഴികെ ബാക്കി മുഴുവൻ വരും. അങ്ങനെയല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ആണ്ടോ? ഇതാ ലൈക്ക് ദിസ് ഇല്ലേ? ഇതാ ഇവിടെയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഇതൊഴികെ ബാക്കി മുഴുവൻ വരും. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അതാണ് ഇവിടെ കണ്ടത്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോളൂ. അടുത്തത് ഇതേതാ പോർഷൻ? എ കോംപ്ലിമെൻറ്റ് എ ഒഴികെ ബാക്കി മുഴുവൻ. കണ്ടില്ലേ? എ ഒഴികെ ബാക്കി മുഴുവൻ. അടുത്തത് ബി കോംപ്ലിമെൻറ്റ് വേണം. ദാറ്റ് യൂണിയൻ വിത്ത് എന്തായിരിക്കും? ഏതാ ബി കോംപ്ലിമെൻറ്റ്? ബി ഒഴികെ ബാക്കി മുഴുവൻ. കണ്ടില്ലേ? ബി ഒഴികെ ബാക്കി മുഴുവൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെയും ഇവിടെ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെയും, അതായത് എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും യൂണിയൻ എടുത്തേ. രണ്ട് ഷെയ്ഡിങ് പോർഷൻ തമ്മിൽ യൂണിയൻ എടുത്തേ. എന്ത് കിട്ടും? ഇതിൽ എ എന്ന പോർഷൻ, ഈ പോർഷൻ ഇല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ ബി എന്ന പോർഷനിൽ കുറച്ച് പോർഷൻ ഉണ്ട്, അവിടെ ഇല്ല. എല്ലാം കൂടെ യൂണിയൻ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് എന്ത് വരും? യെസ്, ഇതാ ഈ സെൻട്രലുള്ള ഇതേതാണ്? എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി ഒഴികെ ബാക്കിയെല്ലാം വരും. എ ഇൻ്റർസെക്ഷൻ ബി ഒഴികെ ബാക്കിയെല്ലാം വരും. ഇപ്പം ഈ രണ്ട് നോക്കിയേ, സെയിം അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. എ ഇൻ്റർസെക്ഷൻ ബി ഒഴികെ, എ ഇൻ്റർസെക്ഷൻ ബി ഇതല്ലേ, ഇതൊഴികെ ബാക്കിയെല്ലാം വരും. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. രണ്ട് സെയിം ആയില്ലേ? അല്ലേ? ഇതാണ് ഡി മോർഗൻസ് ലോൻ്റെ വെരിഫിക്കേഷൻ. കാണും. ഓക്കെ, അടുത്ത ഡി മോർഗൻസ് ലോയിൽ അടുത്ത എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നിങ്ങൾ തന്നെ നോക്കുക. Okay, that's the end of the topic today. Next topic is we have to do some problems on operation on sets. Thank you.